നമസ്കാരം. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. ആഗ്രഹിച്ച സ്വപ്നം സ്വന്തമാക്കാൻ ജീവിതം ഒരു പോരാട്ടമാക്കി മാറ്റിയ ബോഡി ബിൽഡർ സുനിൽ ബാലന്റെ കഥയാണ് ഇന്നത്തെ ശുഭദിനത്തിൽ. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ ലൂക്കാസ്. പൊന്നണിഞ്ഞ പ്രഭാതത്തിന്റെ അലകളിൽ നിറയുന്ന പുഞ്ചിരികൾ, അതെ, ഇന്ന് ആഘോഷമാണ്. ജോയ ലൂക്കാസ്, ഓരോ ആഘോഷത്തിന്റെയും ആത്മാവ്. കുമ്മനത്തെ വാടക വീട്ടിൽ അച്ഛൻ ധനപാലനും അമ്മ വിജയമ്മയ്ക്കും 2 സഹോദരങ്ങൾക്കൊപ്പമാണ് സുനിൽ വളർന്നത്. തന്റെ 17ാം വയസ്സിലാണ് സുനിൽ ബാലൻ ബോഡി ബിൽഡിംഗിലേക്ക് എത്തുന്നത്. ഏതൊരു കൗമാരക്കാരനും തോന്നുന്ന ഒരാഗ്രഹം. ആദ്യം അങ്ങനെയേ കരുതിയുള്ളൂ. ഹോട്ടൽ മാനേജ്മെന്റിലായിരുന്നു തുടർ പഠനം. പക്ഷേ അപ്പോഴും താല്പര്യം ജിമ്മും അവിടുത്തെ അന്തരീക്ഷവുമായിരുന്നു. പഠനം കഴിഞ്ഞ് എറണാകുളത്താണ് ജോലി കിട്ടിയത്. അന്നത്തെ സാഹചര്യത്തിൽ ഷിഫ്റ്റ് അനുസരിച്ച് ജോലി ചെയ്യുന്നതിനിടയിൽ ആഗ്രഹിച്ച പോലെ ജിമ്മിൽ പോകാനൊന്നും സാധിച്ചിരുന്നില്ല. പിന്നീട് ഹോട്ടൽ മാനേജ്മെന്റ് മേഖല വിട്ട് കാർ വാഷിംഗ്, കാർ പോളിഷിംഗ് തുടങ്ങിയ ജോലിയിലേക്ക് തിരിഞ്ഞു. അതോടെ എന്നും വൈകിട്ട് ജിമ്മിൽ പോകാനും സാധിച്ചു. ഒപ്പം ഫീസിനുള്ള കാശും കയ്യിൽ വന്നു. സ്വന്തമായി ഒരു മെഷീൻ വാങ്ങി വീടുകളിലും മറ്റും പോയി കാർ പോളിഷ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പലയിടത്തും അലഞ്ഞു പണിയെടുത്ത വരുമാനം കൊണ്ടാണ് സുനിൽ ബാലൻ തന്റെ ജീവിതത്തിലെ ആദ്യ ബോഡി ബിൽഡിംഗ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. അങ്ങനെ വർഷങ്ങളോളം കാറുകൾ തേച്ചു മിനുക്കിയെടുത്ത കാശ് കൂട്ടിവെച്ചാണ് വീടും ജിമ്മും ഒരുമിച്ച് കൊണ്ടുപോയത്. ആ കഠിനാധ്വാനത്തിലൂടെയാണ് അയാൾ മിസ്റ്റർ കോട്ടയം എന്ന പട്ടം നേടിയതും. കഷ്ടപ്പാടാണ്, പക്ഷേ എനിക്ക് മുന്നോട്ടു പോകാൻ കാരണങ്ങളുണ്ട് എന്ന് നിറകണ്ണുകളോടെ ഒരാൾ പറയുമ്പോൾ ആ ജീവിതം ഒരു കഥ കൂടിയായി മാറുകയാണ്. വരും തലമുറയ്ക്ക് പോരാട്ടത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും അടയാളം കാണിച്ചു കൊടുക്കാനുള്ള ഒരു ജീവിതകഥ. മുന്നോട്ടു പോകാൻ തീരുമാനിച്ചവന്റെ മുന്നിൽ എന്തൊക്കെ പ്രതിബന്ധങ്ങൾ സംഭവിച്ചാലും അതിനെയെല്ലാം മറികടന്ന് അവർ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ശുഭദിനം. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ ലൂക്കാസ്.